ഭർത്താവിന്റെ കുടുംബം വിഷമിക്കുന്നത് എനിക്ക് കാണണം, അതിനുവേണ്ടിയാണ് ചെയ്തത്. ഒടുവിൽ സന്ധ്യയുടെ തുറന്നു പറച്ചിൽ. എറണാകുളത്തെ 4 വയസ്സുകാരി കല്യാണിയെ അമ്മ സന്ധ്യ കൊലപ്പെടുത്തിയത് ഭർത്തൃകുടുംബം വിഷമിക്കുന്നത് കാണാനുള്ള ആഗ്രഹം കൊണ്ടാണെന്ന് പോലീസ്. സന്ധ്യയുടെ ഭർത്താവ് സുഭാഷിന്റേത് ആൺമക്കൾ കൂടുതലുള്ള കുടുംബമാണ്. അതുകൊണ്ട് തന്നെ കല്യാണിയെ കുടുംബത്തിലെ എല്ലാവരും സ്നേഹിച്ചത് സന്ധ്യയ്ക്ക് ഇഷ്ടമല്ലായിരുന്നു. സുഭാഷിന്റെ അമ്മ കുട്ടിയെ കൂടുതൽ ലാളിക്കുന്നതും സന്ധ്യ വിലക്കിയിരുന്നുവെന്നും പോലീസ് പറയുന്നു. സുഭാഷ് അറിയാതെ സന്ധ്യയുടെ വീട്ടിൽ നിന്ന് 1 ലക്ഷം രൂപ വാങ്ങിയിരുന്നു. തനിക്ക് വേണ്ടിയല്ല ഈ പണം വാങ്ങിയതെന്ന് സുഭാഷ് സന്ധ്യയുടെ വീട്ടിൽ വിളിച്ചു പറഞ്ഞു. ഈ പണം എന്തിനു ചിലവഴിച്ചു എന്ന് കണ്ടെത്താനായില്ല. ഇതും സന്ധ്യയുടെ വൈരാഗ്യം കൂടിയെന്നാണ് വിലയിരുത്തൽ. ചോദ്യം ചെയ്യലിലാണ് സന്ധ്യ കൊലപാതകവുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ പോലീസിനോട് പറഞ്ഞത്. സന്ധ്യയെ കസ്റ്റഡിയിൽ ആവശ്യപ്പെട്ട ഉടൻ പോലീസ് കോടതിയെ സമീപിക്കും. സന്ധ്യ അന്വേഷണവുമായി സഹകരിക്കുന്നുണ്ടെങ്കിലും പരമാവധി തെളിവുകൾ ശേഖരിക്കാനാണ് പോലീസ് നീക്കം. പ്രതിയുടെ ബന്ധുക്കളുടെയും സുഹൃത്തുക്കളുടെയും ചോദ്യം ചെയ്യൽ ഇന്ന് ആരംഭിക്കും. അതേസമയം സന്ധ്യയ്ക്ക് ഒരു മാനസിക പ്രശ്നങ്ങളും ഇല്ലെന്നാണ് ഭർത്താവ് സുഭാഷ് പറയുന്നത്. സന്ധ്യയ്ക്കെതിരെ ഗുരുതര ആരോപണങ്ങളുമായി അയൽക്കാരും സുഭാഷിന്റെ വീട്ടുകാരും രംഗത്തെത്തിയിട്ടുണ്ട്. ഇവർക്ക് 10 വയസ്സുള്ള ഒരു മകൻ കൂടിയുണ്ട്. സന്ധ്യയുടെയും ഭർത്താവിന്റെയും കുടുംബങ്ങൾ തമ്മിൽ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നെന്നും റിപ്പോർട്ടുകളുണ്ട്. 14 ദിവസത്തേക്കാണ് അമ്മ സന്ധ്യയെ റിമാൻഡ് ചെയ്തത്. വൈദ്യ പരിശോധനയ്ക്ക് ശേഷം ഇന്നലെ രാത്രി സന്ധ്യയെ മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കി. ശേഷം 10 മണിയോടെ സന്ധ്യയെ കാക്കനാട് വനിതാ ജയിലിലേക്ക് മാറ്റി. കേസിൽ വിശദമായി അന്വേഷണം നടത്താൻ പോലീസ് ഉടൻ സന്ധ്യയ്ക്കായി കസ്റ്റഡി അപേക്ഷ നൽകും. അതിനുശേഷമാകും വിശദമായ ചോദ്യം ചെയ്യലും തെളിവെടുപ്പും നടത്തുക. താൻ തന്നെയാണ് കുഞ്ഞിനെ കൊന്നതെന്ന് സന്ധ്യ പോലീസിനോട് സമ്മതിച്ചിട്ടുണ്ട്. ഡോക്ടർമാരുടെ വിദഗ്ധ ഉപദേശം ലഭിച്ചതിന് ശേഷം പ്രതിയുടെ മാനസിക നില പരിശോധിക്കുമെന്നും റൂറൽ SP ഹേമലത വ്യക്തമാക്കിയിരിക്കുന്നു. കൊലപാതക കുറ്റം ചുമത്തിയാണ് അറസ്റ്റ് രേഖപ്പെടുത്തിയത്. കൊലയ്ക്ക് പിന്നിലെ കാരണം ഇതുവരെയും വ്യക്തമായിട്ടില്ല. കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്യലിനും തെളിവ് ശേഖരണത്തിനും ശേഷം ആയിരിക്കും കാര്യങ്ങളിൽ കൂടുതൽ വ്യക്തത വരിക.